കോഴിക്കോട് തിരുവമ്പാടിയിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ തട്ടി ബൈക്ക് യാത്രികന് പരിക്കേറ്റു. മുക്കത്തെ സാബു സക്കറിയാണ് പരിക്കേറ്റയാൾ. ഇങ്ങനെ ഞാൻ വളഞ്ഞിങ്ങനെ വരുമ്പോൾ ഒരു വയറിങ്ങനെ ക്രോസ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും അങ്ങ് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേനും വണ്ടിയിൽ തട്ടി സ്പാർക്കുണ്ടായോടി ഞാൻ ഇച്ചിരി ഒരു 10 മീറ്റർ മുന്നോട്ട് പോയി. 10 മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞ ശേഷം വലിയൊരു തീ പോലെ ഒരു സ്പാർക്കാണ് ഉണ്ടായി. ആ വലിച്ചല് ഈ സാധനങ്ങൾ തെറിച്ചു പോയി. അല്ലെങ്കിൽ ഞാൻ തവിട് പൊടിയായി പോയനെ, ഞാനും ഭാര്യയും തവിട് പൊടിയായി പോയനെ. അത്ര ഒരു സ്പാർക്കാണ് ഉണ്ടായത്. പെട്ടെന്ന് ആ വലിച്ചല്ലെന്തോ ഇങ്ങനെ പാളിപ്പോയിട്ട് വലിയൊരു അപകടത്തിന് ഞാൻ കഴിച്ചിലായി. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ഈ അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നു. ഗുഡ് മോർണിംഗ് സമീർ സി മുഹമ്മദ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. പൊട്ടി വീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റുകൊണ്ട് വലിയ ഒരു അപകടമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ വലിയ ഒരു ദുരന്തം ഒഴിവായി എന്നതിൻ്റെ ഒരു ആശ്വാസം കൂടിയുണ്ട്. ഇന്നലെ രാത്രിയാണ് മുക്കത്തെ ഒരു ജ്വല്ലറിയിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. മുക്കം സ്വദേശിയായിട്ടുള്ള സാബു സക്രയും ഭാര്യ സിനി സാബുവും ഇവർ ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ആ വേളയിലാണ് പൊട്ടി വീണ വൈദ്യുതി ലൈനിൽ തട്ടിയത്. ഈ വാഹനത്തിൽ ഇത് കൊള്ളുകയും തുടർന്ന് ഒരു ഷോക്കേൽക്കുകയും ചെയ്തു. അങ്ങനെ അവർ തെറിച്ചു വീഴുകയും ചെയ്തു. അതിലാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. ഷോക്കേറ്റതുമായി ബന്ധപ്പെട്ട് കൈക്ക് പരിക്കുണ്ട്. എന്നാൽ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടായില്ല എന്നുള്ളതാണ് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യം. ഇന്നലെ രാത്രി കോടഞ്ചേരി ഭാഗത്ത് വെച്ചുകൊണ്ടാണ് ഇത്തരമൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം ചികിത്സ തേടിയിട്ടുണ്ട്. ഭാര്യ തെറിച്ചു വീണുവെങ്കിലും കാര്യമായി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളതും ആശ്വാസം നൽകുന്ന കാര്യമാണ്. എന്തായാലും വലിയ ഒരു ദുരന്തം ഒഴിവായി എന്നുള്ളതിൻ്റെ വലിയ ആശ്വാസമാണ് ആ കുടുംബത്തിനും നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. SKN. ഓക്കെ, താങ്ക് യു.